ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് വിശേഷമായിട്ടുള്ള പരിവർത്തനമാണ് നടക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂവും തരാത്ത ആൾക്കാർ, കൂടാതെ ആരുടെ എനർജിയിൽ വരുമ്പോഴാണ് നിങ്ങൾ ഇമോഷണലി ട്രെയിൻ ആകുന്നത്, തളർച്ച വരുന്നത്, ക്ഷീണം വരുന്നത്, തല ഇറക്കം പോലെ തോന്നുന്നത്, അവരുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതായത് അവരുടെ ആ ഒരു എനർജിയിൽ നിങ്ങൾ പോവാതെ അവരുമായിട്ടൊരു ഡിസ്റ്റൻസ് വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏത് വ്യക്തിയോട് സംസാരിക്കുമ്പോഴാണ് നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ട്രെയിൻ ആയി പോകുന്നത്, ലോ എനർജിയിലോട്ട് പോകുന്നത്. അങ്ങനെയുള്ളവരുമായിട്ട് നിങ്ങൾ ഒരു അകൽച്ച വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ. ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയെന്ന് വച്ചാൽ, കുറേ സംഘർഷങ്ങൾ അനുഭവിച്ചിട്ട് നിങ്ങൾ തളർന്നിരിക്കുന്ന അവസ്ഥയില്ലേ, അതേ അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. അതായത് ഒരു മല കയറിയിട്ട് നമ്മൾ തളർന്നങ്ങ് ഇരിക്കത്തില്ലേ, അതേ അവസ്ഥയാണിപ്പോൾ. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു വ്യക്തി, ഡിസ്റ്റൻസ് വയ്ക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു തകരാറും വരാൻ പാടില്ല. പക്ഷേ എല്ലാം നേരെ തന്നെ പോകുകയും വേണം. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വെയിറ്റിംഗ് എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ്, നിങ്ങളെ ദ്രോഹിച്ചവർ നിങ്ങളോട് വന്ന് മാപ്പ് പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ അവരോട് ക്ഷമിക്കാൻ പോവുകയാണ്. എനിക്ക് എൻ്റെ ലൈഫിലൊരു ശാന്തിയും സമാധാനവും വേണം, ഒരു റിക്കവറി വേണം. ഇങ്ങനെ ഒരു മാനസികമായിട്ടുള്ള സംഘർഷത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് അവരോടുള്ള ദേഷ്യവും വൈരാഗ്യവും അങ്ങനെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവരോടെല്ലാം ക്ഷമിച്ചിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം വേണം. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ. ഇവിടെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ശാന്തിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനൊരു ശാന്തി സമാധാനം വേണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ യൂണിവേഴ്സ് തയ്യാറാക്കുകയാണ്. ഇവിടെ എനിക്കറിയാം നിങ്ങളോട് സംസാരിക്കുന്ന ചില ആൾക്കാർ നെഗറ്റീവാണ് സംസാരിക്കുന്നത്, എപ്പോഴും അവർ നെഗറ്റീവാണ് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റി അനുവദിക്കത്തില്ല. അവർ നിങ്ങളോട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുമ്പോൾ തന്നെ നിങ്ങൾ പറയും, സ്റ്റോപ്പ് ചെയ്യും, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന്. ഇവിടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ മ്യൂസിക് കേൾക്കുക. മ്യൂസിക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു പോസിറ്റീവ് എനർജിയും ശാന്തിയും ലഭിക്കുന്നതാണ്. കൂടാതെ ഇനി നിങ്ങൾ വരാൻ പോകുന്ന ആ ഒരു സമയം ഏതെങ്കിലും സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും വ്യക്തി ആയിക്കൊള്ളട്ടെ, അവർ കാരണം നിങ്ങൾ വിഷമിക്കുന്ന ആ ഒരു അവസ്ഥ അത് ഉണ്ടാവാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. മുന്നേ നിങ്ങൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള ആൾക്കാരെയും സഹിച്ചു, പക്ഷേ ഇനി നിങ്ങൾ സഹിക്കത്തില്ല. ഇവിടെ എന്തോ ഒരു വെയിറ്റിംഗ് അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ലോണിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോണ് നിങ്ങൾക്ക് പാസ്സായി വരുന്നതായിട്ടുള്ള അവസ്ഥ, ഇല്ല എങ്കിൽ ആർക്കെങ്കിലും പൈസ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവർ പൈസ തരുന്ന എന്തോ ഒരു നിങ്ങൾ കാര്യം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ. ഇവിടെ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു ശാന്തി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് പർപ്പിൾ കളർ നിങ്ങൾ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ ഫിനാൻഷ്യൽ മാറ്ററിന് ശാശ്വതമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, മാനസികമായിട്ട് ഒരു ശാന്തി ലഭിക്കണമെങ്കിൽ നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ട് മാറിയാലും മതി. അപ്പോൾ അങ്ങനെ എന്തോ ഒരു പൈസയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഫിനാൻഷ്യലി എന്തോ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു വിഷമം പൂർണ്ണമായിട്ടും മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ. നിങ്ങളും ശ്രമിക്കും അതിനു വേണ്ടി. ഇവിടെ ചില സമയം നിങ്ങൾ കുട്ടികളായിട്ട് മാറണമെന്നാണ് ഗൈഡൻസ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലം നല്ല രീതിയിലല്ല ജീവിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഹോബി ചെയ്യുക. നിങ്ങൾ ഇല്ല എങ്കിൽ കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അവരോട് കൂടെ കളിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു മാനസികമായിട്ടുള്ള വിഷമം മാറും. അതുകൊണ്ട് എപ്പോഴൊക്കെ നിങ്ങളുടെ ആ ഒരു കുട്ടിത്വം പുറത്ത് വരുന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാതെ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ഉള്ള ആ ഒരു ഇന്നർ ചൈൽഡ്, അത് നിങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യും എന്നാണ് ഗൈഡൻസ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആ കുട്ടിത്തെ സ്വഭാവമില്ലേ, അത് നിങ്ങൾ പുറത്ത് കൊണ്ടുവരിക. ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായിട്ട് സന്തോഷിക്കുക, ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക, അങ്ങനെയുള്ള കുട്ടികൾ കാണിക്കുന്ന കുസൃതി സ്വഭാവമില്ലേ, അത് നിങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് ആവശ്യമാണിപ്പോൾ ഈ ഒരു സമയം. ഇവിടെ വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലൊരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഇവിടെ എന്തോ ഒരു കാര്യത്തിനൊരു ഗതി വരും. അതായത് ബിസിനസ്സിലായിക്കൊള്ളട്ടെ, ജോബിലായിക്കൊള്ളട്ടെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. ഈ വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ടെൻഷൻ ഒന്ന് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾ വീട് മാറാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കൊരു വീട് മാറ്റം ഉണ്ടാവുന്നതായിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതായിട്ട് സ്വന്തമായിട്ട്, അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇനി ചില ആൾക്കാർ ട്രാൻസ്ഫറാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അതും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 വീട് മാറാൻ ആഗ്രഹിക്കുന്നു, വേറെ വീട്ടിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 2 പുതിയതായിട്ട് വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു. 3 ട്രാൻസ്ഫർ. ഇനി വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്നതാണ്. പക്ഷേ ആ ഒരു കാര്യം നടക്കുമ്പോൾ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവത്തില്ല. അതായത് ഇത് എൻ്റെ വിശ്വാസത്തിന് പുറത്താണ്, എൻ്റെ ചിന്തകൾക്ക് അപ്പുറത്താണ്, ഇതെനിക്ക് നേടാൻ സാധിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് വരുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മടിയായിരിക്കും. പക്ഷേ നിങ്ങൾ രണ്ടും കൽപ്പിച്ച് അക്സെപ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരുന്ന ഒരു അവസരമാണത്. ആദ്യമൊക്കെ കുറച്ച് മടിയായിരിക്കും, പിന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ഓപ്പർച്യൂണിറ്റീസ് വന്നാലും നിങ്ങൾ അതിന് തയ്യാറായിട്ടിരിക്കുക. എനിക്കത് വേണം, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ റെഡിയായിട്ടിരിക്കുക. ഇനി ഒരു ടൈമിൽ നിങ്ങൾക്ക് വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈ, വൈറ്റ് കളറുള്ള പക്ഷി, വൈറ്റ് കളറുള്ള ജീവജാലങ്ങൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് റെയറായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരം വരുമ്പോഴായിരിക്കും ഈ ഒരു വെള്ള നിറത്തിലുള്ള ചിത്രശലഭത്തിനെയോ വെള്ള പ്രാവിനെയോ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള മറ്റ് ജീവജാലങ്ങളെയോ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പടികൾ കാണുന്നുണ്ട് എങ്കിൽ അതും നല്ല ഒരു ലക്ഷണമാണ്. അതായത് നിങ്ങൾ വിജയത്തിൻ്റെ ആ ഒരു പടികൾ കയറാൻ തുടങ്ങിയിരിക്കുകയാണ്, നിങ്ങൾക്ക് വിജയിക്കാൻ സമയമായിരിക്കുകയാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ പടികൾ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു നമ്പേഴ്സ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു നമ്പേഴ്സിൻ്റെ ഗൈഡൻസ് ഇതാണ് എന്ന് സൈൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വൈറ്റ് കളർ വസ്ത്രത്തിനോട് കൂടുതൽ ഒരു അട്രാക്ഷൻ തോന്നും. പിന്നെ ഒരു നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അത് 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ നിങ്ങൾക്ക് നമ്പേഴ്സ് കാണാൻ സാധിക്കും. ഇവിടെ എന്ത് മാറ്റം നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾ ഫ്ലെക്സിബിളായിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ ഒരു ആഗ്രഹം എന്തായിക്കൊള്ളട്ടെ, അതിലെല്ലാം ഒരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കും പോലെ ആയിരിക്കത്തില്ല ഒരു മാറ്റം ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു മാറ്റം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടേതായ രീതിയിലല്ല മാറ്റം വരുന്നത്, യൂണിവേഴ്സിൻ്റെ രീതിയിലാണ് ഒരു മാറ്റം വരുന്നത് വരാൻ പോകുന്ന 40 ഡേയ്സിനുള്ളിൽ. ഇവിടെ വരാൻ പോകുന്ന 40 ഡേയ്സിനുള്ളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു പുകഴ്ത്തി പറയൽ, അതായത് നിങ്ങളുടെ ലുക്സ് കണ്ടിട്ട് വാവ് ഇന്നത്തെ ലുക്സ് അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രശംസിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇതിനു മുമ്പേ നിങ്ങളെ എല്ലാവരും പറഞ്ഞത് അഹങ്കാരി, ആരുടെടുത്തും സംസാരിക്കത്തില്ല, മിണ്ടത്തില്ല, ഒരു സ്വഭാവം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെയാണ്. പക്ഷേ ഇനി നിങ്ങളുടെ ലുക്സ്, നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈല്, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അത് കണ്ട് മറ്റുള്ളവർ കോപ്പിയടിക്കുകയും മറ്റുള്ളവർ അതിനെ പ്രശംസിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർ നിങ്ങളുടെ കൂടെ അടുത്ത് ഇടപഴകുമ്പോഴാണ് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അവർ വിചാരിച്ച പോലെ വ്യക്തിയെ അല്ല നിങ്ങളെന്ന്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ വളരെ ജോളി ടൈപ്പിലായിരിക്കും എല്ലാവരോടും പെരുമാറുന്നത്. അതായത് ഒരു സന്തോഷമായിട്ടുള്ള ഒരു ഭാവത്തിൽ. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും തമാശ പറയാൻ അറിയത്തില്ല. അതായത് തമാശ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ അറിയത്തില്ല. നിങ്ങൾ എന്തെങ്കിലും തമാശ പറഞ്ഞാലും അത് അത്രയ്ക്ക് ക്ലിക്കാവത്തില്ല, മറ്റുള്ളവർ അതിന് കേട്ട് ചിരിക്കത്തില്ല. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ വളരെ ജോളി ടൈപ്പിൽ തമാശകളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ പുറമേയുള്ള ആ ഒരു സ്വഭാവമല്ല നിങ്ങളുടേത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വളരെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും. അങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി അപ്രീസിയേഷൻ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഇനി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഐഡിയ ലഭിക്കുന്നു. ജോബ് കിട്ടാത്തവർക്ക് ജോബ് ലഭിക്കുന്നു. വസ്തു വാങ്ങിക്കാനും വീട് വാങ്ങിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് വീട് വസ്തു വാങ്ങിക്കാനുള്ള ശരിയായ ടൈം ആകുന്നു. നിങ്ങൾക്ക് ലോണ് പാസ്സാകുന്നു. അങ്ങനെ നിങ്ങളുടെ എന്താണോ പ്രശ്നം അതനുസരിച്ച് ഒരു നല്ല ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഓരോ സാഹചര്യങ്ങളെയും നേരിടുന്ന ആ ഒരു രീതി അത് മറ്റുള്ളവർക്ക് നിങ്ങളിൽ കൂടുതൽ ഒരു അപ്രീസിയേഷൻ തരാൻ തോന്നും. ഇവർ എന്ത് നീറ്റായിട്ടാണ് ഇതായിട്ടാണ് ആ ഒരു കാര്യം ഹാൻഡിൽ ചെയ്തത് എന്ന് അവർക്ക് തോന്നും. അപ്പോൾ അവർ നിങ്ങളോട് പറയും, കൊള്ളാം കേട്ടോ നിങ്ങൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്ത രീതി എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ചെറിയ കാര്യത്തിനായാലും വലിയ കാര്യത്തിനായാലും അപ്രീസിയേഷൻ ലഭിക്കുന്നതാണ് വരാൻ പോകുന്ന സമയം. അത് ചിലപ്പോൾ നിങ്ങളുടെ ലുക്സ് കണ്ടിട്ടായിരിക്കാം, അല്ല എങ്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി. ഇവിടെ നമ്മുടെ പെരുമാറ്റം നമ്മൾ ചിലപ്പോൾ നോട്ടീസ് ചെയ്യാൻ വിട്ടുപോകും, പക്ഷെ മറ്റുള്ളവർ അത് നോട്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതുകൂടാതെ ഇവിടെ ആരോ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏതെങ്കിലും സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വരുന്നു, എന്നിട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു പരിപാടിക്ക്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒത്തിരി പ്രശംസ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ വരാൻ പോകുന്ന 40 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു ഓവർ തിങ്കിങ് നിങ്ങൾ മാറ്റുക. അതായത് എന്തെങ്കിലും കാര്യത്തിന് ബ്ലെയിം നിങ്ങളുടെ മേൽ പറയുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾ മാറ്റുക. അതായത് എല്ലാ കാര്യവും എൻ്റെ തെറ്റാണ്, ഞാൻ കാരണമാണ് ഇത് സംഭവിച്ചത്, അങ്ങനെ സ്വയം നിങ്ങളെ പഴിക്കുന്ന ആ സ്വഭാവം നിങ്ങൾ മാറ്റുക. ഇനി നിങ്ങൾ മാറ്റിയില്ല എങ്കിൽ സ്വയം നിങ്ങളെ കൊണ്ട് തന്നെ ഈശ്വരൻ മാറ്റുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന 40 ഡേയ്സിനുള്ളിൽ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതും നിങ്ങൾ മാറ്റുക. കാരണം നിങ്ങൾക്ക് തന്നെ ഇല്ലെങ്കിൽ 40 ഡേയ്സിനുള്ളിൽ തോന്നും, എൻ്റെ ജീവിതം ഞാൻ ആരുമായിട്ടും താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ മാത്രം അതിനെ മാറ്റുക. ഇനി വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷനും അങ്ങനെയാണ്, ജോലി ഭാരം അങ്ങനെയൊക്കെ കൂടുതലായിട്ട് ഉണ്ട് എങ്കിൽ ഫ്രീ സമയം നിങ്ങൾ കോമഡി വീഡിയോസ് ഇല്ലേ, അതൊക്കെ കാണാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കോമഡിയൊക്കെ പറയുന്ന ഫ്രണ്ട്സ് ഉണ്ട് എങ്കിൽ അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അവരുമോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ആ ഒരു തമാശ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് റിലാക്സേഷൻ കിട്ടും. കുറച്ച് നേച്ചറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക നിങ്ങൾ. അതായത് ചെടികൾ നടുക, ചെടികൾക്ക് വെള്ളം ഒഴിക്കുക, ചെടികളോട് സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെടികളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്ന സ്റ്റക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് പോവാൻ ഈ ഒരു പ്രകൃതി എന്തോ ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ വരാൻ പോകുന്ന 40 ഡേയ്സിൽ നിങ്ങളുടെ എന്തോ ഒരു ജോലി നല്ല രീതിയിൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇതുവരെയും ജസ്റ്റിസ് ലഭിച്ചിട്ടില്ല എങ്കിൽ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ മനസ്സ് ഒട്ടും തന്നെ ശാന്തമല്ല, ഭയങ്കരമായിട്ട് നെർവസായിട്ടിരിക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ള സമയം നിങ്ങൾ നമ്മുടെ ആകാശമില്ല, ആകാശത്തിൻ്റെ നേരെ താഴെ ഇരിക്കാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ പ്രകൃതിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, നേച്ചറുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾ നേച്ചറുമായിട്ട് കുറച്ച് കണക്റ്റ് ആവേണ്ട ആവശ്യമുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾ നേച്ചറുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ ഗൈഡൻസ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ട്, പക്ഷേ എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഒറ്റപ്പെട്ടാണ് ഉള്ളത്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ്. ചിലപ്പോൾ തിരിച്ചും ആവാം, നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു സ്ഥിതിയിൽ ഒരു മാറ്റം വരാൻ പോകുന്ന 40 ഡേയ്സിനുള്ളിൽ ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പല ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു, ചിലപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഒരു ഉത്തരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻറ്റ്യൂഷൻ തോന്നും. ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വരാൻ പോകുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ ആത്മാവ്, അതായത് നിങ്ങളുടെ മനസ്സ്
എന്താണോ നിങ്ങളോട് പറയുന്നത് അന്തരാത്മാവിൻ്റെ ആ ഒരു സ്വരം നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും മന്ത്രം ഉച്ചാരിക്കുന്നുണ്ട് എങ്കിൽ അത് ഉച്ചരിക്കുക. ഓം മന്ത്രം കൂടുതലായിട്ടും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഉച്ചാരണം. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന 40 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാബി, ഒരു താക്കോൽ ലഭിക്കും നിങ്ങളുടെ ലൈഫിനെ നേരെയാക്കാൻ വേണ്ടി. ഇവിടെ വരാൻ പോകുന്ന 40 ഡേയ്സിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിനോടുള്ള ഒരു ട്രസ്റ്റും കൂടുതൽ ഇരട്ടിയാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട്. ആ ഒരു ഫീലിങ്സ് നിങ്ങളെ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ ഭയങ്കരമായിട്ട് കരയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഫീലിങ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ ഒരു ഫീലിങ്സ് റിലീസാക്കേണ്ടതാണ്. അതിനുള്ള ശരിയായ ടൈമാണ് ഈ ഒരു 40 ഡേയ്സിനുള്ളിലുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ റിലീസാക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാപ്തമാക്കാനുള്ള സമയമാണ്. അതായത് മിറാക്കിളൊക്കെ സംഭവിക്കുന്ന സമയമാണ്, ഡിവൈൻ ടൈമിംഗ് ഒക്കെ നടക്കുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരുന്നാൽ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു സന്തോഷം സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പാസ്റ്റിലെ എന്തെങ്കിലും ഫീലിങ്സ് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിനെ റിലീസാക്കി കളയുക നിങ്ങൾ. എന്നിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് മറക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, അതായത് പാസ്റ്റിലെ ആ ഒരു കാര്യം കാരണം എനിക്ക് എന്തൊക്കെ നല്ലത് സംഭവിച്ചു, എന്തൊക്കെ മോശം സംഭവിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇവിടെ വരാൻ പോകുന്ന 40 ഡേയ്സിൽ നിങ്ങളുടെ ആ ഒരു എനർജി പോസിറ്റീവാണ് എങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ കൂടെ ഒന്ന് ശ്രമിക്കണം നമ്മുടെ എനർജിയിൽ മാറ്റം കൊണ്ടുവരാനായിട്ട്. ഈ ഒരു ടൈം പീരീഡിൽ നമ്മുടെ ഹൃദയം എന്താണോ നമ്മളോട് പറയുന്നത് അത് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും യൂണിവേഴ്സ് കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഡെഡിക്കേഷന് ഹാർഡ് വർക്കിന് ഉറപ്പായിട്ടും ആ ബലം യൂണിവേഴ്സ് തരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഒരാളുടെ വർക്ക് കാരണം നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ വരുന്നതായിട്ട്, അതായത് സന്തോഷം വരുന്നതായിട്ട്, നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം നിങ്ങൾ വിട്ടുകളഞ്ഞ് സന്തോഷം കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരാളാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമായി മാറുന്നത്, നിങ്ങളുടെ ആ ഒരു നല്ല വർക്ക്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യരുത്. ചിലപ്പോൾ ബൗണ്ടറീസിന് പുറത്ത് പോയി വർക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നേക്കാം. അപ്പോൾ അങ്ങനെയും ചെയ്യുക. അപ്പോൾ വരാൻ പോകുന്ന 40 ഡേയ്സിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രോബ്ലമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലവും നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾക്കും ഒരു സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.